ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 അക്കൗണ്ടൻസി 6ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മൾ 2ാമത്തെ ചാപ്റ്ററായ തിയറി ബേസ്ഡ് ഓഫ് അക്കൗണ്ടിങ് ആണ് പഠിക്കുന്നത്. അതിൽ തന്നെ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ്ങിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ലോ എന്നാണ് നമ്മളിവിടെ പറയാം. AICPAയുടെ പ്രിൻസിപ്പിളിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ജനറൽ ലോ ഓർ റൂൾ അഡോപ്റ്റഡ് ഓർ പ്രൊഫസ്ഡ് ആസ് എ ഗൈഡ് ടു ആക്ഷൻ, എ സെറ്റിൽ ഗ്രൗണ്ട് ഓർ ബേസിസ് ഓഫ് കണ്ടക്ട് ആൻഡ് ഓർ പ്രാക്ടീസ്. നമ്മളൊരു ആക്ഷൻ നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു ചില ലോസും റൂൾസും ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. അതാണ് AICPA പ്രിൻസിപ്പിളിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതായത് GAAP, refers to the rules or guidelines adopted for recording and reporting of business transaction in order to bring uniformity in the preparation and presentation of the financial statement. ഈ റൂൾസ് അല്ലെങ്കിൽ ഗൈഡ്ലൈൻസ് ഓഫ് അക്കൗണ്ടിങ്ങിന് GAAP കൊടുത്തിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, അത് ചെയ്യുന്നത് നല്ലൊരു യൂണിഫോം രീതിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് GAAP റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ തന്നെ മലയാളം നോട്ട്സാണ്. പൊതുവായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിംഗ് തത്വങ്ങൾ. അക്കൗണ്ടിംഗ് കൺവെൻഷൻസ്. These are generally accepted accounting practices. Accounting conventions എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. These are generally accepted accounting practices, customs and traditions followed by the accountants as a guide in the preparation of accounting statements. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യം എങ്ങനെയാണ് പണ്ട് കാലത്ത് അല്ലെങ്കിൽ നമ്മളുടെ ട്രഡീഷണലി എങ്ങനെയാണ് ആ ഒരു കാര്യം ചെയ്യേണ്ടത്, അതിനോട് റിലേറ്റഡ് ആയിരിക്കും, അതിൻ്റെ കസ്റ്റംസ് ഫോളോ ചെയ്തിട്ടായിരിക്കും, അതിൻ്റെ പ്രാക്ടീസസ് ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് തീർക്കുന്നത്. അതുപോലെയാണ് അക്കൗണ്ടിങ് എപ്പോഴും ഒരു പ്രാക്ടീസും കസ്റ്റംസും ട്രഡീഷൻസും എല്ലാം ഉണ്ട്. ഇപ്പോൾ അക്കൗണ്ടൻസ് എല്ലാവരും ആ ഒരു കസ്റ്റംസിലൂടെയും ട്രഡീഷനെല്ലാം ഫോളോ ചെയ്തിട്ടായിരിക്കും അക്കൗണ്ടിങ് പ്രാക്ടീസസ് നടത്തുന്നത് എന്നാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസിലൂടെ പറയുന്നത്. ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ് നമ്മുടെ അടുത്ത ടോപ്പിക്. അക്കൗണ്ടിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് അക്കൗണ്ടിങ് പ്രൊഫഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പല അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും ഉണ്ട്, ലൈക്ക് ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരിയഡ്, കോസ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട്, റവന്യൂ റെക്കഗ്നിഷൻ, മാച്ചിങ്, ഫുൾ ഡിസ്ക്ലോഷർ, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, മെറ്റീരിയലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, അങ്ങനെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ ഇന്ന് നമ്മൾ 4 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരിയഡ്. ഇതിൻ്റെ തന്നെ മലയാളം നോട്ട്സാണിത്. അടിസ്ഥാന അക്കൗണ്ടിങ് ആശയങ്ങൾ. എന്തെല്ലാമാണ് ആശയങ്ങൾ, ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ് എല്ലാം, അതിൻ്റെ എല്ലാം മലയാളം ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ കോൺസെപ്റ്റും, നമ്മളിന്ന് പറയാൻ പോകുന്നത് 4 കോൺസെപ്റ്റാണ്, ആ ഓരോ കോൺസെപ്റ്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിലാദ്യത്തെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. Business has a distinct and separate entity from its owners, also known as accounting entity concept. ബിസിനസ്സിനും ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഓണറിനും 2 ഡിസ്റ്റിങ്ക്റ്റും സെപ്പറേറ്റുമായിട്ടുള്ള എൻറ്റിറ്റി കോൺസെപ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അത് മാത്രമാണ് ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന ആ ഒരു കോൺസെപ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു ടോപ്പിക്കാണ് വൈ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഒരു ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ബിസിനസ് അസ്തിത്വ തത്വം, മലയാളം നോട്ട്സാണിത്. ഇനി നമ്മൾ 2ാമത്തെ കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ പറഞ്ഞു ബുക്ക് ഓഫ് അക്കൗണ്ട്സിലായിരിക്കും എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ മോണിറ്ററി ട്രാൻസാക്ഷൻ,
മണി വാല്യൂ വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ സെയിൽ ഓഫ് ഗുഡ്സ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിച്ച റോ മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസസ് പേ ചെയ്യുക, റെസിപ്റ്റ് ഓഫ് ഇൻകം, പേയിങ് ഓഫ് സാലറി, ഇതെല്ലാമാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. വേറെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തന്നെ മലയാളം നോട്ട്സ് ആണിത്. പണമായി അളക്കൽ തത്വം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, സ്ഥാപന തുടർച്ചാ തത്വം. ഒരു ബിസിനസ് ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അനിശ്ചിതത്വ കാലത്തേക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വർക്ക് ചെയ്യുന്നത് തുടരും. അതിനെയാണ് നമ്മൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഫേം നിർത്തില്ല, സ്റ്റോപ്പ് ആവില്ല എന്നുള്ളതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത്. The concept of going concern assumes that a business firm would continue to carry out its operation indefinitely. ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ടൈം പീരിയഡിലേക്ക് ഈ ഒരു ബിസിനസ് ഫേം ഓപ്പറേറ്റ് ചെയ്യും അല്ലെങ്കിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ മലയാളം നോട്ട്സ് നോക്കാം. സ്ഥാപന തുടർച്ചാ തത്വം. ഇനി നമ്മൾ നാലാമത്തെ കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. അക്കൗണ്ടിങ് പീരിയഡ്. എ പീരിയഡ് ഓഫ് ടൈം അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ദ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓഫ് ദ ബിസിനസ് ഇസ് അസർട്ടൈൻഡ്. ഒരു പീരിയഡ് ഓഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടിങ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നത്, ബുക്ക് ഓഫ് അക്കൗണ്ട്സ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഒബ്സർവേഷൻസ് എടുത്ത് നമ്മൾ റിസൾട്ട്സ് വേറെ ഒരു രീതിയിൽ നമ്മൾ എഴുതി അക്കൗണ്ട് ചെയ്ത് സൂക്ഷിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് പീരിയഡിൻ്റെ അവസാന സമയത്തിലായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു അക്കൗണ്ടിങ് പീരിയഡ് ഉണ്ടായിരിക്കണം. അക്കൗണ്ടിങ് പീരിയഡിൻ്റെ എൻഡിൽ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓഫ് ദ ബിസിനസ്, അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്ന വരെയുള്ള ആ ഒരു സമയത്തിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ മലയാളം നോട്ട്സാണ് അക്കൗണ്ടിങ് കാലയളവ് തത്വം. അപ്പോൾ ഈ 4 കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ വരും എപ്പിസോഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അസൈൻമെൻറ്റിലേക്ക് കടക്കാം. ഐഡൻറ്റിഫൈ ദ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് മെൻഷൻഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ബിസിനസ് ഇസ് റെക്കോർഡഡ് ആസ് എ ലയബിലിറ്റി. ഈ ഒരു സെൻറ്റൻസ് ഞാൻ തുടക്കത്തിലെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന ആ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ബിസിനസ് ഇസ് റെക്കോർഡഡ് ആസ് എ ലയബിലിറ്റി. രണ്ടാമത്തെ സെൻറ്റൻസ്, എ ബിസിനസ് യൂണിറ്റ് ഇസ് അസ്യൂംഡ് ടു ഹാവ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ്. ഒരു ഇൻഡെഫിനിറ്റ് ലൈഫുള്ള ഒരു അനിശ്ചിതമായ കാലയളവിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് യൂണിറ്റാണ്. അത് നമ്മൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. മൂന്നാമത്തെ, കമ്പനീസ് മസ്റ്റ് പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് ഇയർലി. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പനീസ് പ്രിപ്പയർ ചെയ്യണം. അത് നമുക്കറിയാം അക്കൗണ്ടിങ് പീരിയഡിലാണ് വരുന്നത്. അവസാനത്തെ, അപ്പോയിൻമെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഇസ് നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ടിങ്. ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ബുക്കിൽ ഒരു എംപ്ലോയിൻ്റെ അപ്പോയിൻമെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നില്ല. അത് ഏത് കോൺസെപ്റ്റായിട്ട് റിലേറ്റഡ് ആണ്? മണി മെഷർമെൻറ്റ്. നമുക്കറിയാം മണി റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോയിൻമെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഇസ് ഔട്ട്സൈഡ് മോണിറ്ററി അക്കൗണ്ടിങ്സ് അല്ലെങ്കിൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. അത് മണി മെഷർമെൻറ്റ് എന്ന കോൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദ നോട്ടിഫിക്കേഷൻ ബെൽ. See you on my next video. Thanks for watching. Bye bye.